നിങ്ങൾ ആരെങ്കിലും ഒരു ഹെൽത്ത് ഇൻഫ്ലുവൻസർ ഫോളോ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഹെൽത്ത് ഇൻഫ്ലുവൻസറിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ഒരു പ്രാവശ്യം നോക്കണം. ശരിക്കും ഒരു ഡോക്ടേഴ്സ് തന്നെയാണോ അതോ ഏതെങ്കിലും മെഡിക്കൽ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നവർ തന്നെയാണോ എന്നുള്ളത് നോക്കണം. കേരളത്തിൽ 50,000, 70,000, 1,00,000 ഫോളോവേഴ്സ് ഉള്ള ഭൂരിഭാഗം പേരും ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തവരാണ്. അതിന് ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് വെച്ചാൽ, ഇക്കൊല്ലം നടന്ന കേരള ഓർത്തോപെഡിക് അസോസിയേഷൻ്റെ ഇയർലി കോൺഫറൻസിൽ തെറ്റിദ്ധാരണ പരത്തി വരുന്ന ഫേക്ക് ഹെൽത്ത് ഇൻഫ്ലുവൻസേഴ്സിനെ ഡോക്ടർമാരായ ഞങ്ങൾ എങ്ങനെ നേരിടാം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ സംസാരിക്കാൻ വേണ്ടി എന്നെ വിളിച്ചിരുന്നു. വെറും 6,000 ഫോളോവേഴ്സ് ഉള്ള എന്നെയാണ് വിളിച്ചത്. അതിന് ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള കാര്യം അത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടൻറ്റ് ആൾക്കാർക്ക് വേണ്ടെന്ന് തോന്നുന്നു. അതല്ല, ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് എൻഗേജിങ് അല്ലാത്തൊരു കണ്ടൻറ്റ് ആയതുകൊണ്ടായിരിക്കണം. മിക്കവാറും ഡോക്ടർമാർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞോളുന്നില്ല, അതുമാത്രം സമയം സ്പെൻഡ് ചെയ്തോളുന്നില്ല. നല്ല വീഡിയോ എഡിറ്റിങ്ങും നല്ല ഓഡിയോ ക്ലാരിറ്റിയും നല്ല ക്യാമറ ആംഗിൾസ് ഒന്നും വെച്ചിട്ടായിരിക്കില്ല പലരും ഇതിൽ കണ്ടൻറ് ഇടുന്നത്. തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ദയവ് ചെയ്ത് ഫോളോ ചെയ്യാതിരിക്കുക. കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക.